കേരള കോൺഗ്രസ് മാണി വിഭാഗം തെരഞ്ഞെടുപ്പിനൊപ്പം ഉണ്ടാവുമോ? ഞാൻ അങ്ങനെ അപ്പോൾ അവരിപ്പോൾ ഒരു മുന്നണിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവരുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന തരത്തിൽ ഞാനൊരു കമൻറ്റ് പറയുന്നത് ശരിയല്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റി പറയില്ല. പക്ഷേ മാറ്റമുണ്ടാവും. UDF മാറ്റമുണ്ടാവും. 100 സീറ്റിലധികം നേടി വിജയിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കിയാണ് ലക്ഷ്യ ലീഡ് സമ്മിറ്റ് സമാപിക്കുന്നത്. അതിൽ മാർഗരേഖ ഉൾപ്പെടെ അവതരിപ്പിച്ച VD സതീശൻ പ്രതിപക്ഷ നേതാവിനോടൊപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. 100ലധികം സീറ്റ് UDF ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാക്കി മാറ്റും, കൂടുതൽ പാർട്ടികൾ വരും, വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനം? കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, ഇപ്പം തന്നെ UDF എന്ന് പറയുന്നത് കുറേ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നൊരു മുന്നണി മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്കൊരു വലിയ വിശാലമായൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. അതിൽ ഒരുപാട് സാമൂഹ്യ ഘടകങ്ങളുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്, സമൂഹത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്, ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകളുണ്ട്. ഒരു വലിയൊരു സമൂഹം നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ തിരിച്ചു വരണം, ഇവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി UDF തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ. തീർച്ചയായിട്ടും UDF അടിത്തറയും വിപുലമാക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള പ്രതികരണങ്ങളുണ്ടാവും. ഇലക്ഷന് മുമ്പായി കുറേ കൂടി വിപുലമായി UDF ആയിരിക്കും. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയാണ് പോകുന്നത്. ഒന്നാമത്തെ കാര്യം, സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം നിലനിൽക്കുന്നു. രണ്ടാമത്, തെരഞ്ഞെടുപ്പ് നേരിടാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഞങ്ങൾ സന്നദ്ധരാണ്. അത്രയും സംവിധാനങ്ങളും മുന്നൊരുക്കങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് കുറേ കൂടെ ശക്തമാക്കി ഒരു 100 സീറ്റിലധികം നേടി വിജയിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കും. UDF നല്ല ഐക്യമുണ്ട്. ടീം UDF ആയിട്ടാണ് UDF നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ ഇന്നത്തെ 2 ക്യാമ്പും കോൺഗ്രസ് നേതൃത്വം മുതൽ താഴെ തട്ട് വരെയുള്ള ഒരു ടീമായി ഒരു മനസ്സുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. CPM മറ്റ് ചില ശക്തികളുമൊക്കെ ഞങ്ങളുടെ ഇടയിൽ ഭിന്നതകളുണ്ട് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ആ പ്രചരണത്തെ ഞങ്ങൾ തകർത്ത് കളയും. കാരണം ഞങ്ങളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ തർക്കങ്ങളോ ബഹളങ്ങളോ ഇല്ല. പിന്നെ CPM പോലത്തെ ഒരു പാർട്ടിയൊന്നുമല്ല ഞങ്ങളുടെ. പിണറായി വിജയൻ വന്ന് പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുത്ത് ഇതാണ് തീരുമാനമെന്ന് പറഞ്ഞാൽ അതുപോലെ ഞാനോ അല്ലെങ്കിൽ KPC പ്രസിഡന്റ് പോയാലൊന്നും ആ പാർട്ടിയിൽ ആരും അംഗീകരിക്കില്ല. ഞങ്ങൾക്ക് ജനാധിപത്യ പാർട്ടിയാണ്. ചർച്ചകൾ നടക്കും, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയും. പക്ഷേ ഞങ്ങളൊരു തീരുമാനം എടുത്താൽ ആ തീരുമാനത്തിൽ ഞങ്ങളെല്ലാവരും ഉറച്ചു നിൽക്കും. കേരള കോൺഗ്രസ് മാണി വിഭാഗം തെരഞ്ഞെടുപ്പിനൊപ്പം ഉണ്ടാവുമോ? ഞാൻ അങ്ങനെ അപ്പോൾ അവരിപ്പോൾ ഒരു മുന്നണിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവരുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന തരത്തിൽ ഞാനൊരു കമൻറ്റ് പറയുന്നത് ശരിയല്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റി പറയില്ല. പക്ഷേ മാറ്റമുണ്ടാവും. UDF മാറ്റമുണ്ടാവും, നല്ല രീതിയിൽ മാറ്റമുണ്ടാവും. കോൺഗ്രസിൻ്റെ ഇപ്പോൾ ശശി തരൂർ അടക്കം, ശശി തരൂർ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. ഈ ക്യാമ്പിൽ പൂർണ്ണമായി നിൽക്കുന്നത് കണ്ടു. ടീം എന്ന അർത്ഥത്തിൽ കോൺഗ്രസും ശക്തമായോ? കോൺഗ്രസ് ടീം, ഞാനിന്ന് എൻ്റെ കൺക്ലൂഡിങ് സ്പീച്ചിൽ പറഞ്ഞത് അത് തന്നെയാണ്. ടീം കോൺഗ്രസ്സായി, ടീം UDF പോലെ മുഴുവൻ നേതാക്കന്മാരും, AICCയിൽ നിന്ന് വന്ന ജനറൽ സെക്രട്ടറിമാർ, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ, താഴത്തെ നല്ലൊരു മെസ്സേജ് എല്ലാവരും. അത്രയൊരു നല്ലൊരു ക്യാമ്പായിരുന്നു നടത്തിയത്. ഈ പ്രചരണം എന്ന അർത്ഥത്തിൽ LDF സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ പറയുക മാത്രമല്ല, എന്താണ് UDF ചെയ്യാൻ കഴിയുന്നത് അതുകൂടെ പറയുമെന്നുള്ളതാണോ? അതാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ വെറും പ്രതിപക്ഷമല്ല, അധികാരത്തിലേക്ക് വരാൻ പോകുന്ന ഒരു മുന്നണി കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ ഗവൺമെൻറ് പരാജയപ്പെട്ട സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത കൂടിയുണ്ട്. അടുത്ത മാസം മുതൽ ഞങ്ങളത് ആ പ്രചരണത്തിലേക്ക് ഞങ്ങൾ കടക്കും. തീർച്ചയായിട്ടും ഒരു വശത്ത് സർക്കാരിനെ അതിശക്തമായി വിമർശിക്കുകയും മറുവശത്ത് നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കൃത്യമായ പദ്ധതികൾ വിശ്വാസ്യതയോടുകൂടി അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും. താങ്കൾ നയിക്കുന്ന UDF ജാഥ വരാനിരിക്കുന്ന അതിലും ഈ ഒരു അർത്ഥത്തിൽ ഒരു ഭാവി കേരളത്തെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും വരിക. വളരെ വ്യത്യസ്തമായ, സാധാരണ നടത്തുന്ന പൊളിറ്റിക്കൽ ജാഥകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു കേരളത്തെ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും, നമ്മൾ ആഗ്രഹിക്കുന്നൊരു കേരളത്തെ എന്ന രീതിയിലുള്ള നമ്മുടെ പദ്ധതികളും പരിപാടികളുമായിരിക്കും. വികസിത കേരളത്തെക്കുറിച്ചുള്ളൊരു ചർച്ച നടക്കും, എല്ലാ രംഗത്തെയും കുറിച്ചുള്ളൊരു ചർച്ച നടക്കും. ആ ജാഥ ഒരു രാഷ്ട്രീയ ജാഥയ്ക്ക് അപ്പുറം കേരളത്തിന് ഭാവിയിൽ പ്രയോജനം ചെയ്യുന്നൊരു ജാഥയാക്കി മാറ്റും. അതനുസരിച്ചുള്ള ഇൻട്രാക്ഷൻസും മറ്റു കാര്യങ്ങളുമാണ് ഞങ്ങൾ ക്രമപ്പെടുത്തുന്നത്.